എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിതാ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇന്നിതാ നമ്മൾ എളുപ്പത്തിൽ മക്രൂണിയാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ മക്കൾക്ക് ഇഷ്ടാവും ചെയ്യും. അപ്പോൾ മക്കൾ രണ്ടാളും മദ്രസൊക്കെ വിട്ട് വന്ന് അവർ ചായയൊക്കെ കുടിച്ച് സ്കൂൾക്ക് പോകാനൊക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ കൂളിങ് പിന്നെ യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് അവർ മദ്രസക്ക് പോലെ. വന്നാൽ പിന്നെ അതിനുള്ള ടൈമും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വന്നാൽ പിന്നെ ചായ അടിക്കാനുള്ള ആ ഒരു ടൈമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതായാലും അവരെ ചായ കുടിയൊക്കെ കഴിഞ്ഞതാ അവർ സ്കൂൾക്ക് പോയി. അവരെ കൂടെ തന്നെ നമ്മളും ഞാനും ഉമ്മയും ചായ അടിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ ചായ കൂടിയും അതോട് കൂടിയാണ്ട് കഴിഞ്ഞു. അപ്പോൾ അവന് ടാഗ് എടുക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്തു കൊടുത്തു. അപ്പോൾ മോള് തപ്പാണ് ഹോൾ ഇട്ടിക്കണമല്ലേ വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഏതായാലും രണ്ടാളും കൂടെ സ്കൂൾ കണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങാടിയിൽ നിന്നാണ് കേട്ടോ ബസ് ഉള്ളത്, ഇങ്ങോട്ട് വരൂല. അപ്പോൾ അവർ രണ്ടാളും അങ്ങാടി കണ്ട് നടന്നു പോവാണ്. പിന്നെ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ സ്കൂൾക്ക്. പക്ഷെ എനിക്ക് എന്നാലും ഇങ്ങനെ ഈ ബാഗും പിടിച്ച് കുറച്ചൊക്കെ നടന്ന് പോകേണ്ട വിചാരിച്ചിട്ട് സ്കൂൾ ബസ്സിനാണ്ട് ചേർത്തിയതാണ്. പിന്നെ ഇവിടുന്ന് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ സ്കൂൾ ബസ്സിന്. അപ്പോൾ അതൊക്കെ അങ്ങനെ അപ്പോൾ അവരാണ്ട് പോയിട്ടുണ്ട്. അവർ പോയതിൻ്റെ ശേഷം ഞാൻ പിന്നെ ആകൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ട് ടേബിളും അവിടെയൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി അടിച്ചു വാരി ഇട്ടിട്ട് അടുക്കളയൊക്കെ പോന്നു കേട്ടോ. അടുക്കളയും തന്നെ അടിച്ചു വാരി ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ചെടികളൊക്കെ ഒന്ന് പിന്നെ മുറ്റത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസം കഴിയുമ്പോഴൊന്നും എടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പിന്നെ ഫ്രഷ്നെസ് ചെടിക്ക് ഉണ്ടാവില്ല കേട്ടോ. ഒരു പിന്നെ വാട്ടും ഇതൊക്കെ ഉണ്ടാകും. അപ്പം ഞാൻ ഡൈനിങ് ഹാളിൽ വെച്ചിട്ടുള്ള 2 ചട്ടിയാണ് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മണി പ്ലാന്റും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുക്കള ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുക്കിങ്ങും കാര്യങ്ങളാണ് കഴിയാത്തത്. പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ചോറ് കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേസ്റ്റ് പാത്രം ഉണ്ടല്ലോ അത് ഉപയോഗിക്കൽ തുടങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതേതായാലും നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇങ്ങനത്തെ ബക്കറ്റ് ഉപയോഗിച്ചിരുന്നു കേട്ടോ. അത് പിന്നെ അങ്ങനെ ഒഴിവാക്കി. നമുക്കിവിടെ സ്ഥലം ഇല്ലാത്തതായപ്പോൾ ഞാൻ അതിനും വേണ്ട ഇങ്ങനെ ഒരു സ്ഥലം വെക്കേഷൻ അങ്ങനെ ഒഴിവാക്കിയതാണ്. പിന്നെ ഈ ഒരു കറുത്ത പാത്രം അതിൽ ഇങ്ങനെ ഇട്ടുമ്പോൾ ഒരു വൃത്തിയില്ല, അങ്ങനെ തുറന്ന് കിടക്കല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് പിന്നെ ആ ഒരു ബക്കറ്റ്. അപ്പോൾ ഏതായാലും നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മീൻ കിട്ടിയിട്ടുള്ളത് മത്തിയാണ് കേട്ടോ. നല്ല ഫ്രഷ് മത്തിയാണ്, കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എന്നോട് ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മത്തി കട്ട് ചെയ്യണ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിട്ടുമ്പോൾ ചെയ്യാമെന്നുണ്ട് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മത്തിയൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോ എടുക്കണ ദിവസം ആവില്ല, അപ്പോൾ അതിനായിട്ട് വീഡിയോ എടുക്കലുമില്ല. അപ്പോൾ ഇന്ന് ഏതായാലും നമുക്ക് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നല്ല മത്തിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മുറിക്കണ വീഡിയോ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പുതിയ കത്രിക വാങ്ങിച്ചത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ കത്രിക വേണം കേട്ടോ മീൻ മുറിക്കാൻ. കത്രിക ഇല്ലാതെ അത് വെച്ച് മുറിച്ച് ശീലമായപ്പോൾ കതന്നെ വേണം. കത്തി കൊണ്ട് മുറിക്കാൻ ഭയങ്കര ഇടങ്ങാറാണ്. അപ്പോൾ അതാണ് ഞാൻ മത്തി കട്ട് ചെയ്യണ വീഡിയോ കാണിക്കാതിരുന്നതും. കത്തി കൊണ്ട് മുറിക്കണതൊക്കെ ഭയങ്കര ഇടങ്ങാറാണ്. അപ്പോൾ അതുകൊണ്ടാണ് കത്തി വെച്ചിട്ട് മീൻ മുറിക്കണത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇപ്പോൾ പുതിയ കത്രികയൊക്കെ വാങ്ങിച്ചതല്ല, അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ്. കത്രിക ഇന്നിപ്പോൾ മീൻ മുറിക്കണ കത്രിക വെച്ചിട്ട്. അപ്പോൾ ഞാൻ കത്രികൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞെടുക്കുക. അങ്ങനെ കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ കത്രിക വെച്ചിട്ട്. അങ്ങനെ 2 ഭാഗം നല്ലോണം തൊലി കളഞ്ഞതിന് ശേഷം ഞാൻ മീനിൻ്റെ ഒക്കെ തല എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ 2 ചെളുക്ക ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ഇതില്ലേ ആ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം എന്നില്ല കേട്ടോ. ഇങ്ങനെ ഉള്ളിൽ കൂടി കത്രിക ഇട്ടുകാണ്ടും കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഏതാ സുഖം അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കത്രിക വെച്ചിട്ട് അതിൻ്റെ ഒരു ചെളുക്ക ഇങ്ങോട്ട് പിന്നെ പൂവുണ്ടല്ലോ ആ പൂവ് ഇങ്ങോട്ട് പിടിച്ച് വലിച്ചാൽ പെട്ടെന്ന് മുറിച്ച് റെഡിയാക്കി എടുക്കാനും വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ലാസ്റ്റ് വാല് കണ്ട് മുറിക്കും. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ മീൻ മുറിക്കാൻ അറിയില്ല. ഞാൻ മീൻ മുറിക്കൽ എങ്ങനെയെന്ന് അറിയാം. ആദ്യക്ക് മീനിൻ്റെ വാല് മുറിക്കും, ഇങ്ങോട്ട് പിന്നെ തലയും വാലും എല്ലതും മുറിക്കുള്ളൂ. തല മുറിക്കുള്ളൂ, ലാസ്റ്റ് തല മുറിക്കും. അപ്പോൾ ഇവിടെ ഇപ്പം ഇങ്ങനെ ഞാൻ മീൻ മുറിക്കണം കേട്ടോ. ആദ്യം മീനിൻ്റെ തലയാണ് വെട്ടേണ്ടത് ഇത് ഇറങ്ങാണ്ട് പഠിപ്പിക്കും. അപ്പോൾ മീൻ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഡയലോഗൊക്കെ ഓർമ്മ വരും കേട്ടോ. എങ്ങനെ പോലെ ഞാൻ മീനിൻ്റെ വാലാണ് ആദ്യം മുറിക്കുക. ഇപ്പോൾ പിന്നെ ഏതായാലും അതായി എന്നാൽ അറിയില്ല, മീൻ മുറിക്കാൻ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ പൊട്ടത്തരങ്ങളൊക്കെ അന്ന് ചെയ്യാനി.
അപ്പോൾ ഏതായാലും ഇതാ മീൻ ഇങ്ങനെ നമ്മൾ കത്രിക വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴില്ലേ അതിൻ്റെ ഉള്ളിലത്തെ ആ കറുപ്പ് നിറം ഉണ്ടാവില്ല അതിങ്ങോട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങോട്ട് പോന്നിട്ട് വൃത്തിയായി കിട്ടും കേട്ടോ. എനിക്ക് കത്തി വെച്ചിട്ട് മീൻ മുറിക്കുമ്പോൾ ഒരുപാട് സമയം പിടിക്കും. നേരെ കത്രിക വെച്ചിട്ട് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ഇപ്പോൾ ഒരു മോഡൽ കേട്ടോ. കത്രിക വെച്ച് ഞാൻ കട്ട് ചെയ്ത് കണ്ടില്ലേ. എനിക്ക് പറഞ്ഞു തരാനറിയില്ല. രണ്ട് മോഡലായിട്ടും അതിൻ്റെ ഒരു പള്ളഭാഗം ഉണ്ടല്ലോ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും മത്തിയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മുറിക്കാൻ അറിയണതല്ലേ. പിന്നെ ഞാൻ വിചാരിക്കും നമ്മളെപ്പോലെ ഞാൻ ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞ അന്നത്തെ അനുഭവം പറഞ്ഞില്ല. അപ്പോൾ അതേപോലെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു പിന്നെ അങ്ങനെ കമൻറ്റും വന്നിരുന്നു കേട്ടോ. കുറേ പ്രാവശ്യം വന്നിരുന്നു കമൻറ്റ് മത്തി ക്ലീൻ പിന്നെ കട്ട് ചെയ്യുന്ന വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ട്. പിന്നെ ഏതായാലും അറിയാത്തവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗമായിക്കോട്ടെ വിചാരിച്ചു. അപ്പോൾ ഏതായാലും ഇതാ മീനൊക്കെ ഇതാ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതായാലും മീൻ കൊണ്ടുപോയി ഒഴിച്ച് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ പൂച്ചകൾ 2-3 അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ടുണ്ട് വേസ്റ്റ്. അപ്പോൾ ഇതാ മീനൊക്കെ നല്ലോണം കഴുകിയെടുത്ത് പിന്നെ മീൻ വരണ പരിപാടി നമുക്ക് കത്തി കൊണ്ട് നടക്കില്ലല്ലോ. അത് പിന്നെ ഞാൻ മീൻ മുറിക്കലൊക്കെ കഴിഞ്ഞ് കഴുകാൻ നിൽക്കുമ്പോൾ ആ നേരത്ത് കത്തി വെച്ചിട്ട് മീനിനെ ഇങ്ങനെ വരിഞ്ഞെടുക്കും കേട്ടോ. പൊരിക്കാനുള്ള മീൻ ഇങ്ങനെ വരിഞ്ഞെടുക്കും. അല്ലാത്തതൊക്കെ നമ്മൾ കത്രിക വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുക. നടുമുറിക്കലും ഇനിയിപ്പോൾ അയില മീനാണെങ്കിലൊക്കെ നടുമുറിക്കലൊക്കെ കത്രിക വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ കറി വെക്കാനുള്ളത് മാറ്റി വെച്ചതിന് ശേഷം ഇതൊക്കെ പൊരിക്കല്ല കേട്ടോ വറ്റിച്ചെടുക്കുകയാണ്. മുളകും മഞ്ഞളും ഉപ്പും പിന്നെ അതുപോലെ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് മീനൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് പുളി പിഴിഞ്ഞ് കാണ്ട് ഒഴിച്ചു കൊടുക്കുക. ഓർക്കാപ്പുളി ഉണ്ടെങ്കിൽ അത് ഇട്ടെടുക്കുക. മാങ്ങ ഉണ്ടെങ്കിൽ അത് ഇട്ടെടുക്കുക. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ വറ്റിച്ചെടുത്താൽ. അപ്പം നമ്മളിവിടെ അധികം അങ്ങനെ തന്നെയാണ് കേട്ടോ മീൻ വറ്റിച്ചെടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഞാൻ മീൻ കഴുകി എടുത്ത ശേഷം ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ പയർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് മീൻ വറ്റിച്ചാൻ വേണ്ടിയൊക്കെ വെച്ചത്. അപ്പോൾ ഇതാ 3 അടുപ്പത്തും ഇതാ നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇതാ കടുകൊക്കെ ഇട്ടിട്ട് പയറിട്ട് കൊടുത്തിട്ടുണ്ട്. പയറുപ്പേരിയാണ് ഇപ്പം ഇന്ന് ഉപ്പേരി ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏതായാലും മീനൊന്ന് കറി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് ഇതൊക്കെയാണ് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചെടുത്ത് ഉലുവല്ലായിരുന്നു കേട്ടോ പൊട്ടിച്ച് കൊടുക്കാനും. ഉലുവ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഉലുവല്ല അപ്പോൾ വലിയ ഉള്ളി ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് കാണ്ട് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടുകാണ്ട് ഇതാ വാട്ടാനും വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം വാടി വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ടാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതാ പയറൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ മീനും കാര്യങ്ങളൊക്കെ വെള്ളം വറ്റുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ വെളുത്തുള്ളി ഇതൊക്കെ അതിൻ്റെ ഒരു പച്ചമണം ഇതൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ സാധാ മീൻ മുളകിടണ ഇതാണ് കേട്ടോ. സ്പെഷ്യലായിട്ട് ഇപ്പോൾ ഒന്നുമില്ല. സാധാ ഒരു മീൻ മുളകിട്ടെടുക്കുകയാണ്. പിന്നെ മുളകും മഞ്ഞളും മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം പിന്നെ അതിലേക്ക് ഇതാ പുളി പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ. മാങ്ങ ഓർക്കാപ്പുളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതാ അപ്പോൾ രണ്ടിപ്പം ഇല്ലാത്ത കാലമാണ്. അപ്പോൾ ഞാൻ പുളി പിഴിഞ്ഞ് കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ അധികം ഇല്ല കേട്ടോ. ഒരു 4-5 മീൻ പിന്നെ കറിക്ക് എടുത്ത് വെച്ചിട്ടുള്ളൂ. കാരണം ഞാൻ കൂട്ടൂല കറിയത്തെ മീൻ. അമ്മ മാത്രം കൂട്ടി ഒഴിവാക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറൊക്കെ വെന്ത് അതിൻ്റെ ഇടയിൽ അത് ഊറ്റി റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെയാണ് വറ്റിക്കാൻ വെച്ചിട്ടുള്ള മീനൊക്കെ ഇതാ വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഓഫാക്കിയിട്ട് പയറുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിക്ക് ഇതാ ഞാൻ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആകം ഞാൻ പറഞ്ഞില്ല 4 മീനാണ് നടു കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വെന്തതിന് ശേഷം അതുകൊണ്ട് ഓഫാക്കിയാൽ നമ്മളെ മീൻ കറി ഇവിടെ റെഡിയാവും കേട്ടോ. അങ്ങനെ നമ്മൾ അടുക്കളത്തെ പണിയും കാര്യങ്ങളൊക്കെ കണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പാത്രവും കാര്യങ്ങളൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. കാരണം ഈ ചൂടോട് കൂടി പിന്നെ പാത്രം ഒഴിച്ച് വെക്കുക എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു പേടിയുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ചട്ടിയും കൂടിയല്ല. അപ്പോൾ അത് ഞാൻ അതേപടി അവിടെ ഓഫാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പണിൻ്റെ ഇടയിൽ ഉമ്മ അവിടെ നാരങ്ങ നമ്മളെ ബാദോളി നാരങ്ങ ഉണ്ടല്ലോ അത് തൊലിയൊക്കെ കളഞ്ഞ് അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അവിടെ സ്റ്റെപ്പുമ്മ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാനിതൊക്കെ ഇവിടെ ടേബിൾ മേലെ ഇരുന്ന് കണ്ടതാ നാരങ്ങ തിന്നിട്ട്. നാരങ്ങ തിന്നാൽ നല്ലോണം പള്ളറുണ്ട് കേട്ടോ. പകുതിയും പകുതിച്ച് അങ്ങനെ തിന്നുകയാണ് ഞാനും അമ്മയും കൂടി. അപ്പോൾ ഏതായാലും നാരങ്ങയൊക്കെ തിന്ന് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് ഇതാ നമ്മൾ ക്ലീനിങ് പരിപാടിക്ക് വേണ്ടി ഇറങ്ങിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ ക്ലീനാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മേശയിൽ ഇതുണ്ടല്ലോ ഈ ഒരു ഷെൽഫിൽ ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിപ്പോൾ അടുത്ത് ഞാൻ നന്നാക്കി എടുത്തതാണ്. നമ്മൾ വിരുന്നും കാര്യമൊക്കെ കഴിഞ്ഞ ഇതിൽ ഇതൊന്ന് ആകെടുത്ത് തട്ടിക്കുട്ടി നന്നാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ സ്പൂണും കാര്യങ്ങളൊക്കെ അങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട് ആ പാത്രത്തിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് റബ്ബറിട്ട് കെട്ടിക്കാണ്ട് ഒന്ന് ഒതുക്കി
ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് നന്നാക്കാനുള്ളത് ഈ ഒരു ഷെൽഫുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടു നോക്കിയിട്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ മുകളിലത്തെ ഷെൽഫും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ പാത്രങ്ങളൊക്കെ നമ്മൾ പുറത്ത് കണ്ട് എടുത്ത് വെച്ചതിന് ശേഷം ഇതൊക്കെയാണ് ഈ ഒരു അടിച്ചുട്ടി വാരിയും ബ്രഷ് ഉണ്ടല്ലോ ഇത് വെച്ചിട്ടാണ് ക്ലീൻ ആക്കി എടുക്കുന്നത്. ഇത് ഞാൻ മുട്ടായി തെരുവിന്ന് കുറച്ച് മുന്നേ വാങ്ങിച്ചതായിരുന്നു. നല്ല ഉപയോഗമുള്ള സംഭവം കേട്ടോ. ആകെ 30 രൂപ എന്ന് ഞാൻ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഏതെടുത്താലും 30 പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് വാങ്ങിച്ചതായിരുന്നു. നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതാ നല്ലോണം ഉറുമ്പിൻ്റെ പൊടിയാണ് കേട്ടോ ഇതൊക്കെ, കണ്ടില്ലേ. നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങോട്ട് തുടച്ചെടുക്കാൻ പറ്റൂലല്ലോ, അവിടെ അങ്ങനെ ഇത് കെട്ടിയിക്കല്ലേ, എന്താ പറയുക ഉമ്മിരിപ്പിടി പോലെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ തുണി വെച്ചിട്ട് തുടക്കണക്കാട് സുഖം ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട്, ബ്രഷ് തന്നെ വേണമെന്നില്ല, നമ്മൾ പെയിൻ്റ് അടിക്കണ ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പിന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് വെച്ചാകുമ്പോൾ നമ്മൾ വലിയ അടിച്ചുട്ടി വരെ അതിൻ്റെ ഉള്ളിൽ കൊള്ളാനൊരു പ്രയാസം. എന്നാലും ഇതില്ലാത്തവർക്ക് അത് വെച്ചിട്ടും ക്ലീൻ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ നമ്മൾ ഈ ഒരു ഷെൽഫിലൊക്കെ ടൈൽസ് ഒട്ടിച്ചിരിക്കണം. നമ്മൾ ബാത്റൂമിൻ്റെയും അടുക്കളയിലൊക്കെ ഒട്ടിച്ച ടൈൽസിൻ്റെ ബാക്കി വന്ന പീസുകളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഈ റാക്കിന് അടി മൊത്തമായിട്ട് ഒട്ടിച്ചതുകൊണ്ട് നമുക്ക് തുടച്ചെടുക്കാനൊക്കെ വൃത്തിയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ടിന്നും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കഴുകി വെച്ചിട്ടുള്ള ടിന്നുകളാണ്, പക്ഷെ അതിൻ്റെ മൂടിയും കാര്യങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെയാണ്ട് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഓരോ പാത്രങ്ങളൊന്ന് ഒതുക്കി വെക്കുകയാണ് കേട്ടോ. ഒരു പാത്രത്തിന് തന്നെ സെറ്റ് 2 3 ഒക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് ഉള്ളിലൊക്കെ ഇട്ടുകാണ്ട് അങ്ങനെ സെറ്റാക്കി വെക്കുകയാണ്. എന്നാലാണ് നമുക്ക് ഷെൽഫിൻ്റെ ഉള്ളിൽ വെക്കാൻ സ്ഥലം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതാ ഒരു ഷെൽഫ് അങ്ങനെയാണ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഫ്രിഡ്ജിൽ നമ്മൾ ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കണ പിന്നെ പാത്രങ്ങളാണ്. പിന്നെ നമ്മൾ ചൂടാക്കണ പാത്രം, അങ്ങനെ ഓരോരോ ഐറ്റംസ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കണ ഡെയിലി ഉപയോഗിക്കണ ഐറ്റംസ് തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു ഷെൽഫ് ഇതാ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അടുത്തത് ക്ലീൻ ആക്കി എടുക്കുകയാണ്. ഈ ഒരു ഷെൽഫിലുള്ളത് മുഴുവനും നമ്മൾ ജഗ്ഗുകളാണ് കേട്ടോ. ജഗ്ഗ്, ഫ്ലാസ്ക്, വാട്ടർ ബോട്ടിൽ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം ഞാൻ എല്ലാ ഷെൽഫിൽ നിന്നും കൂടി എല്ലാം കൂടി വലിച്ച് വാരിട്ടുകാണ്ട് അങ്ങനെ ക്ലീൻ ആക്കി എടുക്കല്ല. ഓരോരോ ഷെൽഫിൽ നിന്ന് അതിലുള്ള ഐറ്റംസൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ആ ഒരു ഷെൽഫ് ക്ലീൻ ആക്കി തുടച്ച് ആ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് അതേപടി എടുത്ത് വെച്ചിട്ടാണ് പിന്നെ അടുത്ത ഷെൽഫത്തെ ക്ലീനിങ് തുടങ്ങണത് കേട്ടോ. അല്ലാതെ നമ്മൾ എല്ലാം കൂടി പാത്രങ്ങളൊക്കെ എല്ലാ ഷെൽഫത്തെ ഒറ്റയടിക്ക് പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ അതൊന്നാകെ അടിച്ചു വാരി തുടച്ച് പിന്നെ ഓരോന്ന് വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഭാരമായിട്ട് തോന്നും. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒന്നാകെ അടുക്കള വൃത്തികേടായിട്ട് കിടക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ ക്ലീൻ ആക്കി എടുക്കുകയാണെങ്കിൽ ഓരോ ഷെൽഫിൽ നിന്ന് ഓരോന്നെടുത്ത് പുറത്തേക്ക് വെക്കുക, ആ ഒരു ഭാഗം ക്ലീൻ ആക്കുക, അത് തുടച്ച് കാണാൻ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ നമുക്ക് പണിയും ഈസി ആയിക്കാരം. എന്നാലും എടുത്ത പണിയോടെ കാണും ചെയ്യട്ടോ. എന്ത് നമ്മൾ അടുക്കള വൃത്തികേടായി കിടക്കൂല, പരന്ന് കിടക്കൂല, അങ്ങനെ ഒരു ഗുണമുണ്ട് ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ എല്ലാ ഷെൽഫും ക്ലീൻ ആക്കുന്നത് ഡീറ്റെയിൽസ് ആയിട്ട് എടുത്തിട്ടില്ല, വീഡിയോ ഒന്നാകെ ലെങ്തി ആയി പോവില്ല. പിന്നെ നമ്മളിതാ നമ്മളെ പ്ലേറ്റ് ഡിന്നർ സെറ്റും കാര്യങ്ങളും വെക്കണ ഭാഗമായിട്ട് ക്ലീൻ ആക്കി, ഇതിപ്പോൾ അടുത്ത് ക്ലീൻ ആക്കിയതാണ്. പക്ഷേ എന്നാലും ഇതിൻ്റെ ഉള്ളിൽ ഉറുമ്പിൻ്റെ ഇത് ശല്യം നല്ലോണം വരും കേട്ടോ. അപ്പോൾ ആ ഉറുമ്പിൻ്റെ പൊടി നല്ലോണം ഉണ്ടാവും. അപ്പോൾ അത് ഇതൊക്കെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെയാണ് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് സ്റ്റാൻഡിലൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടും ചിരിച്ചിട്ടും അങ്ങനെയാണ്ട് പൊടിയൊക്കെ തട്ടിയെടുത്ത് തുടച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ടൈൽസ് ഒട്ടിക്കുമ്പോൾ അതൊരു വൃത്തി തന്നെയാണ്. പിന്നെ ആണെങ്കിൽ ചെതലിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കുറവാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഷെൽഫിൽ നമ്മളിപ്പോൾ കൂടിയിരുന്നിട്ട് 8 വർഷം കഴിഞ്ഞ് 9ാമത്തെ വർഷമാണ്. ഇതുവരെയായിട്ട് ചെതലിൻ്റെ പ്രശ്നവും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെയുള്ളത് നമ്മൾ വാഷ് ബേസിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെയാണ് പിന്നെയും ചെതൽ ഇങ്ങനെ വരുന്നത്, ഈ നനവുള്ളതുകൊണ്ട്. പക്ഷെ ഇതുവരെ നമ്മൾ ഷെൽഫും കാര്യങ്ങൾക്കും ഒന്നും കംപ്ലൈൻറ്റ് വന്നിട്ടില്ല കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് ഈ ഒരു ടൈൽസിൻ്റെ അടിഭാഗത്തു നിന്നല്ല ചെതൽ വരുന്നത്, ടൈൽസ് ഇട്ട ഭാഗത്ത് കൂടിയാണ് പൊതുവെ ആ ഒരു ഭാഗത്ത് ടൈൽസ് ഇടാഞ്ഞാലാണ് വരിക എന്ന് പറഞ്ഞേക്കാം. പക്ഷെ ആ ഒരു ഭാഗത്ത് കൂടെ അല്ല വന്നിട്ടുള്ളത്, അതിൻ്റെ മുകൾ ഭാഗത്ത് ടൈൽസ് നമ്മൾ ഈ ഒരു വാഷ് ബേസിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തായിട്ടാണ് കേട്ടോ. സിങ്കിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ചെതിൽ വന്നിട്ടുള്ളത്. അങ്ങനെ കാണുമ്പോൾ തട്ടി കൊടുക്കും, പക്ഷേ നമ്മുടെ സാധനങ്ങൾക്കൊന്നും ഒരു കംപ്ലൈൻറ്റും കാര്യം ഇല്ലേനും, അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ എപ്പോഴെപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്ത് ക്ലീൻ ആക്കണോണ്ടായിരിക്കാം ഒരു കേടും വരാത്തത്. ഇനിയിപ്പോൾ റാക്കും കൂടി ഒന്നാണ് തുടച്ചെടുത്തിട്ട്, ഇപ്പം ഞാനിപ്പോൾ ആ ഒരു പണിയൊക്കെ എടുത്തുകണിച്ചിട്ട് നമുക്ക് അടുക്കള അങ്ങനെ വൃത്തികേടൊന്നും ആയിട്ടില്ല. ചെറുതായിട്ടുള്ള പൊടിയും പൊട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ, അതൊന്ന് ഇതാ അടിച്ചേരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് റാക്കും നല്ലോണം ഒന്ന് തുടച്ചെടുത്തു. അപ്പോൾ നമ്മൾ ഷെൽഫിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം തട്ടിക്കൊട്ടി
തുടച്ചേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഡോറും കാര്യങ്ങളും ഒന്നും തുടച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ പാത്രവും കാര്യങ്ങളൊക്കെ കണ്ട് എടുത്ത് വെച്ചതിന് ശേഷം ലാസ്റ്റ് പിന്നെ ഡോറും കാര്യങ്ങളൊക്കെ അകും പുറവും ഒക്കെ ആയിട്ട് തുടച്ചെടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പിന്നെ എളുപ്പപ്പണിയായിട്ട് തോന്നിയിട്ട് എനിക്ക് അങ്ങനെ തോന്നി. മറ്റേത് ഉള്ളു നന്നാക്കുക പിന്നെ ഡോറ് അടക്കുക തുറക്കുക അങ്ങനെ ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ലാസ്റ്റ് നമ്മളെ ഉള്ളിലത്തെ പണിയൊക്കെയാണ് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ഒന്നാകുന്നാണ്ട് ഡോറുണ്ട് തുടച്ചെടുത്തിട്ട് 2 പ്രാവശ്യമായിട്ടാണ്ട് ഡോറ് തുടച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ അടുക്കളത്തെ ഈ ഒരു ഷെൽഫും കാര്യങ്ങളും അതും ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുക്കളയിൽ ക്ലീൻ ആക്കാനുള്ളത് പിന്നെ ചുമരൊന്ന് ടൈൽസ് ഒന്ന് തുടച്ചെടുക്കണം. അതിനി വേറൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ച്. അതുപോലെ മുകളിലത്തെ ഷെൽഫ് ഞാൻ ക്ലീൻ ആക്കണില്ല കേട്ടോ. അത് ഇനിയിപ്പോൾ ഏതായാലും നനച്ചുള്ളിപ്പണി ഇനിയിപ്പോൾ തുടങ്ങാനായില്ലേ. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓരോരോ പണി എടുക്കുമ്പോൾ നമുക്ക് നനച്ചുള്ളിപ്പണിയും കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ഇങ്ങനെ ഓരോരോ പണികൾ അങ്ങനെ തീർത്താലാണ് നമുക്കിപ്പോൾ നോമ്പ് ആവാൻ ഇനിയിപ്പോൾ അധികമൊന്നുമില്ല. ഇപ്പോൾ ജനുവരി ആയി, മാർച്ച് ഫസ്റ്റിലാണ് നമുക്ക് നോമ്പ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഒരു മാസം മുന്നായിട്ട് നമുക്ക് നനച്ചുള്ളിപ്പണി തുടങ്ങണം. അപ്പോൾ ഇപ്പം തന്നെ ഒക്കെ ഒന്ന് നോക്കിയാലാണ് ഒക്കെ ഒന്നാണ്ട് ആയി കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ജസ്റ്റ് നനച്ചുള്ളിപ്പണിൻ്റെ ഒരു മുന്നായിട്ട് ഒന്നാണ് നന്നാക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് അടുക്കളയും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് പണി നന്നാക്കാൻ. അപ്പോൾ അതാണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ തീർക്കാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മേലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. മേലെ ഒന്ന് അടിച്ച് വാരിയിടണം. എന്നിട്ട് അടുത്ത ദിവസം തുടച്ചെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കേ.